മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം മുതൽ വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുവല്ലോ. ദൈവവചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാവും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് നീതിയില്ലാതെ വിശുദ്ധിയില്ലാതെ നാം ദുഷ്ടമനസ്സോടുകൂടി ജീവിക്കുന്ന അവസാന കാലഘട്ടങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്നാൽ ഈ പറയുന്നതെല്ലാം എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല. കാരണം അത്രമേൽ പ്രലോഭനമുള്ള ഈ ലോകത്ത് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദൈവം തൻ്റെ നീതിക്കായിട്ട് തൻ്റെ പുത്രനെ അയക്കുന്നു. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രത്യാഗമനത്തെ കാംക്ഷിച്ചിരിക്കുന്നവർ എല്ലാവരും തീർച്ചയായും കർത്താവ് നൽകുന്ന പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലുമായിരിക്കും. അവിടെ നീതി, വിശുദ്ധി ഉണ്ടായിരിക്കും. ആ ജീവിതമാണ് നാം പ്രത്യാശ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാം ക്രിസ്തു നമുക്ക് നൽകിയ വചനത്തിലൂടെ ജീവിക്കുക. അതിനുള്ള കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.